ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്നത് എളുപ്പമാണ്, എന്നാൽ സ്വന്തം തെറ്റുകൾ കാണുന്നത് ബുദ്ധിമുട്ടാണ്. ഒരാൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കാറ്റിൽ പറത്തിയ പതിർ പോലെ കാണിക്കുന്നു, എന്നാൽ തന്ത്രശാലിയായ ചൂതാട്ടക്കാരൻ തന്റെ പകിടകൾ മറയ്ക്കുന്നത് പോലെ ഒരാൾ സ്വന്തം തെറ്റുകൾ മറയ്ക്കുന്നു. ബുദ്ധൻ. കാറ്റടിച്ച് പറക്കുന്ന പതിര് പോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാൻ എളുപ്പമാണ്, പക്ഷേ സ്വന്തം കുറ്റങ്ങൾ കാണുക എന്നത് കഠിനമാണ്. ഈ സത്യം ഭാരതത്തിലെ പുരാണങ്ങളിലും ചിലങ്കിയുടെ നാദത്തിലും പ്രതിധ്വനിക്കുന്നു. നമുക്ക് ഒരു കഥ പറയാം. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലെ മണ്ണിൽ നിന്ന് നെയ്തെടുത്തത് നമ്മുടെ സ്വന്തം നിഴലുമായി ഏറ്റുമുട്ടുന്ന ആത്മപരിശോധനയുടെ യാത്ര. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ രഘു എന്ന കർഷകൻ താമസിച്ചിരുന്നു. ഗോതമ്പു നാമ്പിടുക ആയിരുന്നു അവന്റെ ജീവിതം. നല്ല മനുഷ്യനായിരുന്നു രഘു, പക്ഷേ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ചീറ്റവിഴ. പൊയ്മുട്ടോ ഒരു വില പറഞ്ഞതും ഗ്രാമം മുഴുവൻ അറിഞ്ഞു. കുട്ടാപ്പന്റെ കാള ഓടിയതും രഘു ആയിരുന്നു കുറ്റപ്പെടുത്തിയത്. സന്ദേശം പറഞ്ഞെത്തിച്ചില്ലെന്ന് പരാതി മിനിയമ്മ പറഞ്ഞപ്പോഴും രഘുവിന്റെ നാവ് ചൂണ്ടിയത് ചേട്ടന്റെ അലസതയിലേക്കായിരുന്നു. ഗ്രാമം രഘുവിന്റെ നിഴലിൽ വിറച്ചു. അവന്റെ വാക്കുകൾ വിധിയായി. ഒരു ദിവസം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ഗോതമ്പ് കൊയ്ത്ത് നടന്നു. അല്പം അപരിചിതമായി തോന്നിയിട്ടും തന്റെ കഠിനാധ്വാനത്തിൽ അഭിമാനിച്ചു രഘു. എന്നാൽ രാത്രിയിൽ തെങ്കാശിയുടെ കടയിൽ നിന്ന് ഗോതമ്പു കടത്തിക്കൊണ്ടുവരുന്ന ഒരു കൂട്ടത്തെ കണ്ടു രഘു. അവർ പിടിച്ചു, ഗ്രാമത്തെ വിളിച്ചു. അധികനാളം വേണ്ടിയില്ല, തെങ്കാശി നുണു പറഞ്ഞു, ചോർക്കാരൻ രഘുവാണെന്ന്. നായാടിയ പോലെ ഗ്രാമം രഘുവിനെ തുരത്തി. നിലം പൊത്തുപോയ ഹൃദയവുമായി അവൻ കാട്ടിലേക്ക് ഒളിച്ചോടി. അവിടെ ഒറ്റയ്ക്ക് വിശന്നു വിറച്ച് രഘുവിന്റെ ജീവിതം മറഞ്ഞുപോയി. ഒരു ദിവസം ഒരു മുനി അവിടെ എത്തി. രഘുവിന്റെ കഥ കേട്ട മുനി പുഞ്ചിരിച്ചു. പറഞ്ഞു, മറ്റുള്ളവരെ വിധിക്കുന്ന നിന്റെ കണ്ണുകളിൽ നിന്ന് പതിരെയാണ് പറക്കുന്നത്. സ്വന്തം തെറ്റു കാണാൻ ആ കണ്ണ് തടസ്സമുണ്ടാക്കുന്നു. മുനിയുടെ വാക്കുകൾ രഘുവിന്റെ ഉള്ളിൽ കത്തി. ദിവസങ്ങളോളം സ്വന്തം ജീവിതം, തന്റെ വിധികളെ മുമ്പത്തേക്കാൾ വ്യക്തമായി അയാൾ വിലയിരുത്തി. ഒടുവിൽ ഗ്രാമത്തിലേക്ക് മടങ്ങി. തന്റെ തെറ്റു ഏറ്റുപറഞ്ഞു, മാപ്പു ചോദിച്ചു. തന്റെ വാക്കുകളാൽ ഉണ്ടാക്കിയ മുറിവുകൾ ഉണക്കാൻ ശ്രമിച്ചു. കാലാവസാനം വരെ കർമ്മത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് രഘു ജീവിച്ചു. അയാളുടെ നാക്കിന് മൂർച്ചയുണ്ടായിരുന്നെങ്കിലും അത് ഇനി ആരെയും കുത്താനല്ല, സത്യം പറയാനായിരുന്നു. നീതിയുടെ ശബ്ദമായി, ദുർബലരുടെ കാവലായി രഘു മാറി. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, പക്ഷേ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല. അയാളുടെ വാക്കുകൾ ഗ്രാമത്തിന്റെ കാറ്റായി, ശുദ്ധീകരിക്കാനും നയിക്കാനും. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഗ്രാമത്തിൽ എത്തി. അവന്റെ കണ്ണുകളിൽ രഘുവിന്റെ യൗവനം പ്രതിഫലിച്ചു. അവന്റെ വാക്കുകളിൽ രഘുവിന്റെ തെറ്റുകൾ പ്രതിധ്വനിച്ചു. രഘു ആൺകുട്ടിയെ കണ്ടു, സ്വയം കണ്ടു. ചിരിച്ചു, പതിര പറക്കുന്നുണ്ടെങ്കിൽ കാറ്റ് ആദ്യം സ്വന്തം നിഴലേക്ക് തിരിക്കണം. ആൺകുട്ടി മിഴിച്ചുനോക്കി, രഘുവിന്റെ കഥ കേട്ടു. അയാളുടെ കണ്ണുകളിൽ സ്വന്തം നിഴലിനെ കാണാൻ പഠിച്ചു. അങ്ങനെ ഗ്രാമത്തിലെ പ്രകാശം രണ്ടായി, നീതിയുടെ പാത ഇരട്ടിച്ചു. കാരണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുന്നതിനേക്കാൾ സ്വന്തം കുറ്റങ്ങളെ കാണുന്നതാണ് നമ്മുടെ യാത്രയുടെ ആദ്യപടി. ഇതാണ് ഭാരതത്തിന്റെ സന്ദേശം, ചിലങ്കിയുടെ നാദം, നിങ്ങളുടെയും എന്റെയും ഹൃദയത്തിലെ താളം. കാലം കടന്നുപോയി. ആ ഗ്രാമം നന്മയിലും നീതിയിലും പുഷ്പിച്ചു. രഘുവും ആൺകുട്ടിയും കൂടെ കർമ്മത്തിന്റെ വിളക്കുമാടമായി തുടർന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ വിദൂരദേശത്തുനിന്നെത്തിയ യാത്രക്കാരൻ എത്തി. അയാളുടെ വാക്കുകൾ മധുരം, കണ്ണുകൾ നിഗൂഢം. ഗ്രാമത്തിലെ ചിലരെ വശീകരിച്ച അയാൾ നീതിയുടെ മുഖനാന്തുണിയിട്ട് ദുഷ്ട തിരിച്ചുവിട്ടു. രഘുവും ആൺകുട്ടിയും സത്യത്തിന്റെ നാവുകൊണ്ട് ഏറ്റുമുട്ടി, പക്ഷേ കളങ്കമില്ലാത്ത നീതിയുടെ പ്രകാശം മങ്ങിത്തുടങ്ങി. ഒരു നിലാവേളയിൽ ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ തുളസിത്തറയിൽ രഹസ്യസമ്മേളനം നടന്നു. രഘു, ആൺകുട്ടി, ഗ്രാമത്തിലെ പണ്ഡിതൻ. അവർ ഗൂഢനീരാവിലൊളിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞു. യാത്രക്കാരന്റെ നുണകളുടെ ചുരുൾ അഴിച്ചെടുത്ത് അയാളുടെ മോഹങ്ങളുടെ മുഖം നാടകം പൊളിച്ചു. തെളിവുകളുമായി ഗ്രാമസഭയിൽ പ്രവേശിച്ച അവർ നീതിയുടെ സൂര്യനെ വീണ്ടും ഉദിപ്പിച്ചു. യാത്രക്കാരൻ തോൽവി കടിച്ചമർത്തി കടന്നുപോയി. പക്ഷേ ആ പ്രഹരത്തിൽ ഒരു പാഠം കൂടി ഗ്രാമം പഠിച്ചു. സ്വന്തം നിഴലിൽ മാത്രമല്ല, ഇരുട്ടിൽ ഒളിഞ്ഞ തിന്മയെ വെളിച്ചത്തു കൊണ്ടുവരാനും സ്വന്തം നീതിബോധത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാനും അവർ പഠിച്ചു. കാരണം സ്വന്തം കുറ്റം കാണുന്നതോടൊപ്പം ഗ്രാമത്തിന്റെ നന്മ സംരക്ഷിക്കുന്നതും ആത്മപരിശോധനയുടെ പാതയാണ്. ഇങ്ങനെ രഘു, ആൺകുട്ടി, ഗ്രാമം മുഴുവൻ
സ്വയം തിരിച്ചറിഞ്ഞും പരസ്പരം സംരക്ഷിച്ചും നീതിയും നന്മയും പുലർത്തി ജീവിച്ചു. കാറ്റ് പതിരെ പറക്കുമ്പോൾ കൈയിലെ വിളക്ക് ഗ്രാമത്തിന്റെ ഓരോ ഇടത്തേക്കും വെളിച്ചം നൽകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.